വെൽക്കം ടു ലാമീസ് വേൾഡ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ മസ്ബി ആണ് കേട്ടോ. പിന്നെ ചിക്കൻ മസ്ബി എന്നും അതുപോലെ തന്നെ ചിക്കൻ മദ്ബി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചിക്കൻ മസ്ബി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ചിക്കൻ മസ്ബി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. അപ്പോൾ ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ബസുമതി റൈസാണ്. അപ്പോൾ ഞാനിത് 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചിക്കന് 8 പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ മസ്ബിയും ചിക്കൻ മന്തിയും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ചിക്കനിലാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം മന്തിയിലെ ചിക്കന് ഒരു പുഴുങ്ങിയ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ ഈ മസ്ബിയിലെ ചിക്കൻ എന്ന് പറയുന്നത് ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. അതിന് ശേഷം ഇതൊന്ന് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് റൈസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിലേക്ക് പട്ട, ഏലക്കായ, ഗ്രാമ്പു, പിന്നെ കുരുമുളക്, ഉണക്കനാരങ്ങ ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 6 മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർക്കുകയാണ്. അതിനുശേഷം ഞാനിതാ ഒരു 2 ടീസ്പൂൺ മന്തി മസാലയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മൾ മാഗി ക്യൂബ് ഇതേ രീതിയിലൊന്ന് കൈവച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയാണ് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 3/4 ഗ്ലാസ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുകയാണ്. ഏകദേശം ഒരു 80% വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളതാണല്ലോ, അപ്പോൾ ഒരുപാട് ടൈമൊന്നും ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സൈഡൊന്നും ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 1/4 ഗ്ലാസ് ഓയിൽ മാറ്റി വെക്കട്ടോ. റൈസിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പം റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഈ ക്യാപ്സിക്കൊക്കെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ മേലെ ആയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. കുറച്ച് യെല്ലോ ഫുഡ് കളറും പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറുമാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് ദം ചെയ്തെടുക്കാം കേട്ടോ. ആ ദം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് കണ്ടില്ലേ, ഒട്ടൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് ഓരോന്നും നല്ല ഫ്ലേവറബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിലിടുമ്പോൾ റൈസ് ഒന്നും ഓവർ കുക്കാവുന്നില്ല, നമ്മൾ പാകത്തെ വേവനായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറെങ്കിലും ദം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
ഇപ്പോൾ നമ്മളിതാ ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഈ റൈസിൻ്റെ മേലെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മളൊരു അരമണിക്കൂറെങ്കിലും മിനിമം ദം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതാ ഇനിയൊരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മസ്ബി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മന്തിയേക്കാളും ഇഷ്ടമായത് ഇപ്പോൾ ചിക്കൻ മസ്ബിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.